ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഒരു ഭാഗത്ത് തന്ത്രിക്ക് കുരുക്കുമുറുകുന്നു, മറുഭാഗത്ത് മന്ത്രിക്കാപ്പായിട്ടും പത്മകുമാറിന് ചില മൊഴികളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡിലേക്ക് ഈ പോറ്റിയുടെ അപേക്ഷകളെല്ലാം എത്തുന്നത് ദേവസ്വം വകുപ്പിൽ നിന്നാണ് എന്ന മട്ടിലുള്ള ഒരു മൊഴി SITക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ ഇനിയും SITക്ക് സാധിച്ചിട്ടില്ല. അതിൽ പരിശോധിച്ചതിന് ശേഷമേ മന്ത്രിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്ത്രിയിലേക്ക് എത്താനാണോ സാധ്യത? അരുൺ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്ത്രി അല്ലെങ്കിൽ മന്ത്രി എന്നുള്ളതല്ല, മന്ത്രിയും തന്ത്രിയും എന്നുള്ളതാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിൽ ആദ്യം ആര് എന്ന ചോദ്യമാണ്. ഉറപ്പായും കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തേണ്ടി വരും. അത് മൊഴിയിലും കടന്ന് ചോദ്യം ചെയ്യലിലേക്ക് കടന്ന് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. അരുണ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലുള്ള പത്മകുമാറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് തന്നെ അത് ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷ കിട്ടിയത് അത് വകുപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് അന്ന് പത്മകുമാർ കൊടുത്ത മൊഴി. അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ പത്മകുമാറും തമ്മിൽ ബന്ധമുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ വന്നു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ SIT ശേഖരിച്ചു വരുന്നുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കടകംപള്ളിയുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് ഏറെ നിർണായകമാണ് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച്. കാരണം ഇന്ന് വൈകുന്നേരം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കടകംപള്ളിക്കെതിരായ എന്തെങ്കിലും പ്രധാനപ്പെട്ട മൊഴികളുണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉള്ളത്. അതോടൊപ്പം തന്നെ അരുണ് പറഞ്ഞതുപോലെ തന്ത്രിമാരിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവരിലേക്കാണ് SIT പ്രധാനമായും നീങ്ങുന്നത്. ദുരൂഹമായ ഒരുപാട് ഇടപാടുകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം എന്നുള്ളത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നിശ്ചയിക്കുന്ന പൂജകളിൽ പങ്കെടുക്കുക, ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം യാത്ര ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് SIT എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ച് എന്തുകൊണ്ട് തന്ത്രിമാർ അറിഞ്ഞില്ല എന്നതിന്റെ മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്ത്രി കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്, താങ്ക് യു. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതാണോ? ഇതുവരെ കണ്ടത് പൊയ്യും ഇനി വരാൻ പോകുന്നത് നിജവുമാണോ? അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥത്തിൽ കണ്ടത് തന്ത്രിയുടെ മന്ത്രങ്ങളാണോ, മന്ത്രിയുടെ തന്ത്രങ്ങളാണോ, അതോ തന്ത്രിയുടെ തന്ത്രങ്ങളാണോ? കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്തായാലും അന്വേഷണം ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. പത്മകുമാറിന്റെ മൊഴിയിൽ തന്ത്രി രാജീവ് കണ്ഠർക്കും കുരുക്കുമുറുകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി തന്ത്രി രാജീവ് കണ്ഠരരെ ചോദ്യം ചെയ്യും. അതിനുശേഷമേ അന്വേഷണ സംഘം ആ വസ്തുതയിലേക്ക് എത്തുകയുള്ളൂ.